കൊല്ലം ചാത്തന്നൂരിൽ മർദ്ദനമേറ്റ യുവാവ് മരിച്ചു. ഉമയനല്ലൂർ നടുവിലക്കര സ്വദേശി ദിലീപാണ് മരിച്ചത്. സ്ത്രീയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചത് ചോദ്യം ചെയ്തുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. അവശനായ ദിലീപിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ദിലീപ് കൊട്ടിയത്ത് ഓട്ടോ ഡ്രൈവറാണ്. ചാത്തന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, എന്താണ് ഈ സംഭവം? കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. കൊല്ലം ചാത്തന്നൂരിലാണ് മർദ്ദനത്തെ തുടർന്ന് മരണം സംഭവിച്ചിരിക്കുന്നത്. കൊട്ടിയം നടുവിലക്കര സ്വദേശി ദിലീപാണ് മരിച്ചത്. 42 വയസ്സാണ് പ്രായം. സംഭവം ഇങ്ങനെയാണ്. ഭാര്യയെ ശല്യപ്പെടുത്തിയെന്ന് ആരോപിച്ച് വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പ്രതികൾ കല്ലുവാതുക്കൽ വിലുവൂർക്കോണം സ്വദേശികളായ വരുൺ, അയാളുടെ ഭാര്യ സോന എന്നിവരാണ്. ഇവരെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സോനയ്ക്ക് മരിച്ചയാൾ ഫോണിൽ സ്ഥിരമായി മെസ്സേജ് അയക്കാറുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയത്. അങ്ങനെ ഇത് ഇവരുടെ വീട്ടിൽ ചില കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമായി. തുടർന്നാണ് ഈ ദിലീപിനെ സോനയുടെ ഭർത്താവ് വിളിച്ചു വരുത്തിയത്. അത് അയാളുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കാണ് വിളിച്ചു വരുത്തിയത്. അങ്ങനെ അവിടെ ഉണ്ടായ ചില തർക്കങ്ങൾ വലിയ രീതിയിലുള്ള ഒരു അക്രമത്തിലേക്ക് വഴിവെച്ചു. പ്രശ്നം സംസാരിച്ചു തീർക്കാനെന്ന വ്യാജേനയാണ് ദിലീപിനെ ഉളിയനാടുള്ള വാടക വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്നാണ് പോലീസ് പറഞ്ഞത്. ഇവിടെ എത്തിയ ശേഷം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ അവശനായ ദിലീപിനെ പ്രതികൾ തന്നെയാണ് കല്ലുവാതുക്കലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോൾ രംഗം വഷളായതുകൂടി പെട്ടെന്ന് തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് ദിലീപിനെ മാറ്റുകയായിരുന്നു. തുടർന്ന് ദിലീപിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അങ്ങനെയാണ് ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിക്കുന്നത്. ചാത്തന്നൂർ പോലീസ് സ്ഥലത്തെത്തുകയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ദമ്പതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നു വരുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ വേറെ മറ്റ് പ്രതികൾ ഉണ്ടോ എന്നതും പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നു. എന്തായാലും ദിലീപിന്റെ മൃതശരീരം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ എല്ലാം നടന്നു വരുന്നു. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും കൊല്ലം ജില്ലയിൽ നടന്ന ഒരു അക്രമവുമാണ്. മർദ്ദനമേറ്റ യുവാവ് മരിച്ചു. ഒരു സ്ത്രീയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ദിലീപ് കൊട്ടിയത്ത് ഓട്ടോ ഡ്രൈവറാണ്. ചാത്തന്നൂർ പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.